ഹായ് ഡിയേഴ്സ്, ഞാൻ വന്നിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള സമയത്ത് നമുക്കിത് ജ്യൂസാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത്രയും ബീട്രൂട്ട് എടുക്കാം. ഞാനിവിടെ ഒരു 2 ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും നമുക്കിങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ജ്യൂസാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ട് അരച്ചു കൊടുക്കാം. ഇനി നല്ലതായിട്ട് നമുക്ക് അരിച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ജ്യൂസാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ അരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നല്ലതായിട്ട് ജ്യൂസ് എല്ലാം എടുക്കാം. അതിൻ്റെ ഫിൽറ്റർ ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആവുന്ന വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് എല്ലാം കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അരമുറി നാരങ്ങയാണ്. ഇത് നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. അരമുറി നാരങ്ങ നല്ലതായിട്ട് പിഴിഞ്ഞിട്ട് നമുക്ക് ഇതും കൂടി ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷുഗർ ഒന്നും ചേർക്കണ്ട കേട്ടോ. ഇത് ഇങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ആവശ്യമുള്ള ടൈമിൽ നമുക്കത് എടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മളുടെ ഐസ് ട്രേ എടുക്കാം. അതിലേക്ക് ഈ ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ജ്യൂസെല്ലാം നമുക്ക് ഈ ഐസ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ ഈ ബീട്രൂട്ടൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഉപയോഗിക്കാറേ ഇല്ല അല്ലേ? നമ്മൾ തോരനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാറ് പതിവ്. പക്ഷേ എങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം. നമ്മളിത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇതിനകത്ത് ഷുഗർ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾക്ക് ആവശ്യമുള്ള ടൈമിൽ നമ്മൾ 1-2 ഐസ് ട്യൂബ് എടുത്തിട്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുടിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഇതിങ്ങനെ തണുപ്പിച്ച് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നല്ല ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ എന്നും ജ്യൂസ് ഇങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒറ്റ ട്രിപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബൗളിലൊക്കെ ആക്കി നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസ് വേണ്ട ടൈമിൽ എടുത്തിട്ട് ഇത് വെള്ളം കൂടി മിക്സ് ചെയ്ത് നമുക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പം അടിപൊളി ഒരു ട്രിക്കാണ്. എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ബീട്രൂട്ട് വാങ്ങുമ്പോൾ കുറച്ച് കൂടുതൽ ബീട്രൂട്ട് വാങ്ങിയിട്ട് ഇതുപോലെ ജ്യൂസാക്കി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് നമുക്ക് ഡെയിലി ബീട്രൂട്ട് ജ്യൂസ് കുടിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം വീഡിയോയുടെ ലെങ്ത് കുറച്ചാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു മാക്സിമം വീഡിയോ ലെങ്ത് കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.